പുലരി നിലാവ് കളഭമൊഴിഞ്ഞു ഭജനമിരുന്ന തിരുനടയിൽ വരുന്നു ഞങ്ങൾ നെഞ്ചിലുലാവും സങ്കടമോടെ തീർത്ഥാടകരായി അകമിഴിതൻ തിരിതെളിയാൻ വരമരുളൂ ശ്യാമഹരേ. ഇനി നറുവെണ്ണ പോലെ നിന്റെ കാൽക്കലൊരുതാം. എരിവേനലെരിയുന്ന നിളപ്പോലെയും മഴ കാണമുകിലിൻ്റെ ഇതൾ പോലെയും എരിവേനലെരിയുന്ന നിളപ്പോലെയും മഴ കാണമുകിലിൻ്റെ ഇതൾ പോലെയും കണ്ണീരായി പൂക്കും പൂമുത്തേ എന്നുള്ളിൽ പുണ്യം നീയല്ലേ. മൂവന്തിച്ചാന്തും തൊട്ട് മുന്നാഴി പൊന്നൊഴിഞ്ഞും നിന്നെ ഞാൻ മെല്ലെയൊരുക്കാം. പൂക്കാലം കൊണ്ട് പുതയ്ക്കാം. പുലരി നിലാവ് കളഭമൊഴിഞ്ഞു ഭജനമിരുന്ന തിരുനടയിൽ വരുന്നു ഞങ്ങൾ നെഞ്ചിലുലാവും സങ്കടമോടെ തീർത്ഥാടകരായി അകമിഴിതൻ തിരിതെളിയാൻ വരമരുളൂ. ുന്ന പൊന്മുത്തിനെ നെഞ്ചോടു ചേർത്തൊന്നു താരാട്ടണം. നിന്നുള്ളിൽ വിളയുന്ന പൊന്മുത്തിനെ നെഞ്ചോടു ചേർത്തൊന്നു താരാട്ടണം. മുല്ലപ്പൂ മൊട്ടായി പോറ്റേണം പല്ലാവൂർ മുറ്റത്തെന്തെന്നും. കണ്ണനൊക്കും ഉണ്ണിക്കിടാവിനെ ഞാൻ പേരെന്തു ചൊല്ലി വിളിക്കും. ആരീരം പാടിയുറക്കാൻ പുലരി നിലാവ് കളഭമൊഴിഞ്ഞു ഭജനമിരുന്ന തിരുനടയിൽ വരുന്നു ഞങ്ങൾ നെഞ്ചിലുലാവും സങ്കടമോടെ തീർത്ഥാടകരായി അകമിഴിതൻ തിരിതെളിയാൻ വരമരുളൂ ശ്യാമഹരേ. ഇനി നറുവെണ്ണ പോലെ നിന്റെ കാൽക്കലൊരുതാം. അതിനെല്ലാം സാന്ത്വനം നൽകിയത് ശ്രീകണ്ണനായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അച്ചപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കലാപ്രേമിയായിരുന്നു, കലയെ ഉപാസിച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം അന്നത്തെ നാടകങ്ങളിൽ തമിഴ് ദ്രാവിഡ ഭാഷയായിട്ടുള്ള തമിഴിൻ്റെ അതിപ്രസരം ഉണ്ടായിരുന്നു. അപ്പോൾ കോവിലൻ ചരിത്രം, ആ ചരിത്ര നാടകത്തിൽ അച്ചപ്പൻ അഭിനയിക്കുന്നുണ്ട്. കഥാപാത്രം കോവിലൻ. ഈ കോവിലനെ പാടി അഭിനയിച്ചുകൊണ്ട് അനശ്വരമാക്കി. മാത്രമല്ല പുരാണ ഇതിഹാസങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സി കെ അച്ചപ്പൻ. അദ്ദേഹം രാമായണവും മഹാഭാരതവും തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. നല്ലതേ പറയൂ, നല്ലതേ പ്രവർത്തിക്കൂ എന്നുള്ള ഒരു മനസ്സിൻ്റെ ഉടമ. അതുപോലെ തന്നെ മാധവിക്കണ്ണൻ ദമ്പതിമാരുടെ രണ്ടാമത്തെ മകനായിരുന്നു സി കെ കൊച്ചുകുട്ടി. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ജ്യേഷ്ഠനെ ഇത്രയും അധികം സ്നേഹിച്ചിട്ടുള്ളൊരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ
അതിശയിച്ചു പോകും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ജ്യേഷ്ഠനോട്. ജ്യേഷ്ഠൻ്റെ ഒരു നിഴൽ പോലെ ആണ് അദ്ദേഹം ജീവിച്ചത്. അതികായനായിട്ടുള്ള കൊച്ചുകുട്ടി ഒരു കായിക പ്രേമിയായിരുന്നു. നമുക്കറിയാം, പുത്തൻതോട്ടിൽ ആദ്യകാല ക്ലബ്ബായിരുന്ന ഫ്ലൈയിങ് ആരോസിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ആ ക്ലബിനെ അന്നത്തെ ചെറുപ്പക്കാരെയെല്ലാം സ്പോർട്സ് താരങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിൽ ശ്രീ സി കെ കൊച്ചുകുട്ടി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായിരുന്നു കെ പി ആൻ്റണി, കെ പി ജോസഫ്, പി എൽ ജോസഫ്, പി എൽ ക്ലാരൻസ്, കെ എഫ് ലോറൻസ്. ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇൻഡോർ ഗെയിംസും ഫുട്ബോള്, വോളിബോള് ഇതെല്ലാം പരിശീലിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം അന്നത്തെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് വിദഗ്ധന്മാരാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പാണ്ഡിത്യം ഉണ്ടായിരുന്ന, ഇംഗ്ലീഷിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നതാണ് ശ്രീ സി കെ കൊച്ചുകുട്ടി അവർ. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ മകനായ ശ്രീ സി കെ ഭാസ്കരൻ, അദ്ദേഹം കൽപ്പണിയിൽ കവിത രചിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. കൽപ്പണിയിൽ കവിത രചിച്ചു. പണിയുന്ന സ്ഥലത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിത്രപ്പണികളൊക്കെ വരച്ച് എല്ലാവരെയും ഒത്തുകണ്ട പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സി കെ ഭാസ്കരൻ. ആൺമക്കളിൽ നാലാമത്തെ, അതായത് മക്കളിൽ എട്ടാമത്തെ പുത്രൻ സി കെ കുട്ടപ്പനാണ്. അദ്ദേഹം ഒരു സംഗീതപ്രേമിയായിരുന്നു. സംഗീതത്തെ വളരെയധികം പ്രേമിച്ചു. മാത്രമല്ല, സംഗീതം കേൾക്കാൻ വേണ്ടി കണമാലിൽ നിന്നും തോപ്പുംപടി വരെ കാൽനടയായി നടന്ന് പട്ടേൽ ടാക്കീസിൽ പോയി പാട്ട് കേട്ട് അങ്ങനെ പഠിച്ച് അവസാനം അദ്ദേഹം പാട്ട് പഠിച്ച് കുട്ടപ്പൻ ആശാൻ എന്ന ഒരു പേര് അദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ടു. കുട്ടപ്പൻ ആശാൻ, ഭജന, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഗീതത്തിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു.